ടെന്നീസ് കോർട്ടിൽ തിളങ്ങിയ 25-കാരി രാധിക യാദവിനെ കൊല്ലാൻ അച്ഛൻ ദീപക് യാദവിനെ പ്രകോപിപ്പിച്ചത് നാട്ടുകാരുടെ പരിഹാസം മാത്രമാണോ? മകൾ ടെന്നീസ് ക്ലബ്ബ് നടത്തിയതാണ് തന്നെ രോഷാകുലനാക്കിയതെന്ന ആദ്യ കുറ്റസമ്മതം വിശദമായി അന്വേഷിക്കുകയാണ് പോലീസ്. കഴിഞ്ഞ വർഷം രാധിക നിർമ്മിച്ച മ്യൂസിക് വീഡിയോയെ ചൊല്ലി വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന വിവരവും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കോടതി ദീപക് യാദവിനെ ഒരു ദിവസത്തേക്ക് റിമാൻഡിൽ അയച്ചു. വ്യാഴാഴ്ച രാവിലെ അടുക്കളയിൽ നിന്ന് രാധികയെ അച്ഛൻ ദീപക് യാദവ് സ്വന്തം പിസ്റ്റൾ ഉപയോഗിച്ച് വെടിവെച്ചു കൊല്ലുകയായിരുന്നു. വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ രാധികയുടെ സംസ്കാര ചടങ്ങുകൾ ഹരിയാന വസീറാബാദിലെ കുടുംബ ഗ്രാമത്തിൽ പൂർത്തിയായി. സഹോദരൻ ധീരജാണ് രാധികയുടെ ചിതയ്ക്ക് തീ കൊളുത്തിയത്. ദീപക് യാദവ് ഏറ്റവും അധികം സ്നേഹിച്ചിരുന്നത് മകളെയാണെന്ന് സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ഒരു കുടുംബ സുഹൃത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അങ്ങനെ ഒരാൾ മകളെ ഇത്ര നിഷ്ഠൂരമായി കൊന്നുതള്ളുമോ? മെഡിക്കൽ ബോർഡ് പുറത്തുവിട്ട രാധികയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 4 വെടിയുണ്ടകൾ ശരീരത്തിലേറ്റതായി പറയുന്നു. 3 എണ്ണം പുറകുവശത്തും 1 എണ്ണം തോളിലും. മകളെ കൊല്ലാൻ ഉപയോഗിച്ച തോക്കിലെ വെടിയുണ്ടകൾ എവിടെ നിന്ന് വാങ്ങിയെന്നും എത്രമാത്രം വെടിയുണ്ടകൾ ദീപക് കൈവശം വെച്ചിരുന്നുവെന്നും പോലീസിന് അറിയേണ്ടതുണ്ട്. മികച്ച ടെന്നീസ് പ്ലേയേഴ്സിനെ വാർത്തെടുക്കാൻ രാധിക ആഗ്രഹിച്ചിരുന്നതായി ഓൾ ഇന്ത്യ ടെന്നീസ് അസോസിയേഷൻ ഉദ്യോഗസ്ഥൻ അനിൽ ധൂപർ അറിയിച്ചു. അതിനായി എന്തൊക്കെ ചെയ്യണമെന്ന അന്വേഷണത്തിലായിരുന്നു രാധിക. എന്നാൽ മാസം 20 ലക്ഷത്തിനടുത്ത് വരുമാനമുള്ള തനിക്ക് മകളുടെ ടെന്നീസ് അക്കാദമി വഴി ജീവിക്കേണ്ട കാര്യമില്ലെന്ന കടുത്ത ദുരഭിമാന ബോധമാണ് പിതാവിന് ഉണ്ടായിരുന്നതെന്ന് മൊഴികളിൽ നിന്ന് പോലീസ് മനസ്സിലാക്കുന്നു. बट फिर बाद में ऐसा क्या हुआ, कैसे हुआ, वो चीज़ जो भी हुई है बिल्कुल भी एक्सेप्टेबल नहीं है कि कोई भी कैसे भी कुछ भी चीज़ हुई हो, गलती हुई हो या नहीं हुई हो, बट उसके लिए कोई किसी को ऐसा करे वो बिल्कुल भी आई थिंक को ना तो हमारा लॉ उसको एग्री करता है किसी से ऐसा करना, ना तो ये ജെന്യുവൻലി സഹി ഹൈ കിസിക്ക് ലിയ കർനാ ഹൈ. ഹരിയാന ഗുരുഗ്രാം പോലീസാണ് രാധിക യാദവിന്റെ കൊലപാതകം അന്വേഷിക്കുന്നത്. ദുരഭിമാന ബോധത്താൽ കഴിഞ്ഞ 15 ദിവസമായി ദീപക് യാദവ് ഡിപ്രഷനിലായിരുന്നു എന്ന സൂചന ഗുരുഗ്രാം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. 2024 ഒരു മ്യൂസിക് വീഡിയോയിൽ രാധിക അഭിനയിച്ചിരുന്നു. ഹരിയാന വസീറാബാദ് ഗ്രാമത്തിലെ കുടുംബാംഗങ്ങൾക്കും ദീപക്കിനും ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങളായിരുന്നില്ല. और भी कई सारी एक्ट्रेसेस के साथ सेम अगर न्यूज़ मुझे कोई कहीं से भी आएगी तो मैं यही सोचूंगा कि ये क्या हुआ, क्योंकि मैं उनको जानता ही नहीं. मैं उनको जानता हूँ, उनकी पूरे बैकग्राउंड को, फैमिली को नहीं जानता. वो सिर्फ आए थे, शूट किया और चले. മകൾ കൊല്ലപ്പെട്ട സമയത്ത് അതേ ഫ്ലോറിലുണ്ടായിരുന്ന അമ്മ മഞ്ജു കാണിച്ച നിസ്സംഗതയും പോലീസ് അന്വേഷിച്ചു വരികയാണ്. ദീപകിനെ കസ്റ്റഡിയിൽ വാങ്ങുമ്പോഴോ അതിനു മുൻപോ മഞ്ജുവിനെ പോലീസ് ചോദ്യം ചെയ്തേക്കും. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.